ഹായ് എവരിവൺ. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു പോസ്റ്റിന്റെ ഡീറ്റെയിൽസുമായിട്ടാണ്. സയന്റിഫിക് ഓഫീസർ കെമിക്കൽ എക്സാമിനേഴ്സ് ലബോറട്ടറി. ഇതിന്റെ ലാസ്റ്റ് എക്സാം നടന്നത് 2021 അതിന്റെ റിസൾട്ട് വന്നത്, അതിന്റെ റാങ്ക് ലിസ്റ്റ് വന്നത് 2022 വന്നു. ഓക്കെ, അത് 2025 ഫെബ്രുവരിയിൽ എക്സ്പയർഡ് ആയി. ഓക്കെ, അപ്പൊ നിലവില് ഇതിനൊരു റാങ്ക് ലിസ്റ്റ് ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എത്രയും പെട്ടെന്ന് ഒരു നോട്ടിഫിക്കേഷൻ ഈ ഒരു പോസ്റ്റിന്റെ പ്രതീക്ഷിക്കുന്നു. സയന്റിഫിക് ഓഫീസർ കെമിക്കൽ എക്സാമിനേഴ്സ് ലബോറട്ടറി ഓൾറെഡി PSC തീരുമാനം എടുത്തു കഴിഞ്ഞു. ഉടനെ തന്നെ നമുക്ക് ഈ ഒരു പോസ്റ്റ് വിളിക്കാവുന്നതാണ്. അപ്പൊ നമ്മൾ ഈ പോസ്റ്റിന്റെ പ്രത്യേകതകള് ആണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പോസ്റ്റ് നെയിം എന്ന് പറയുന്നത് സയന്റിഫിക് ഓഫീസർ ആണ്. ഡിപ്പാർട്ട്മെന്റ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, കെമിക്കൽ എക്സാമിനേഴ്സ് ലബോറട്ടറി ആണ്. ഇവിടുത്തെ പർപ്പസ് എന്ന് പറയുന്നത്, വാട്ട് ഇസ് ദ റോൾ ഓഫ് ദ ജോബ്? സയന്റിഫിക് സപ്പോർട്ടാണ്. നമുക്കറിയാം, നമ്മളൊരു ക്രൈം നടന്നു കഴിഞ്ഞാൽ പോസ്റ്റ്മോർട്ടം ഉണ്ടാവും. പോസ്റ്റ്മോർട്ടത്തിന് വരുന്ന കെമിക്കൽ സാമ്പിളുകൾ അയച്ചു കൊടുക്കും അല്ലെ. ആ അയച്ചു കൊടുക്കുന്ന സാമ്പിള് അനലൈസ് ചെയ്യുന്ന ആൾക്കാരാണ്. അതാണ് നമ്മുടെ ജോലി. ഇവിടുത്തെ പ്രധാനപ്പെട്ട ജോലി അതാണ്. സയന്റിഫിക് സപ്പോർട്ട് ഫോർ ക്രൈം ഡിറ്റക്ഷൻ ആണ്. ടോക്സിക്കോളജി വർക്കുകൾ, അനലിറ്റിക്കൽ വർക്കുകളാണ് നമ്മൾ ഇവിടെ പ്രധാനമായിട്ടും ചെയ്യേണ്ടി വരുന്നത്. ഓക്കെ, വളരെ ആകർഷകമായിട്ടുള്ള ഒരു പേ സ്കെയിൽ ആണ്. 36,000 to 79,000 ഇതാണ് ഒരു പേ സ്കെയിൽ എന്ന് പറയുന്നത്. ഇതെല്ലാം നമ്മുടെ കഴിഞ്ഞ നോട്ടിഫിക്കേഷനിൽ ഉണ്ടായിരുന്ന എക്സാക്ട് കാര്യമാണ്. അതിൽ നിന്ന് ഒന്നും മാറാനുള്ള സാധ്യതയില്ല കേട്ടോ. അപ്പൊ ഇവിടുത്തെ റെസ്പോൺസിബിലിറ്റി, ഈ ജോലിയുടെ സ്വഭാവം എന്ന് പറയുന്നത് ഇതാ, നമ്മുടെ ടോക്സിക്കോളജിക്കൽ സാമ്പിൾസ് അനലൈസ് ചെയ്യുക. ബ്ലഡ്, യൂറിൻ, ഡ്രഗ്, പോയിസൺ ഒക്കെ അനലൈസ് ചെയ്യുക. ഫോറൻസിക് സാമ്പിള് അനലൈസ് ചെയ്യുക ലാബിലുള്ള പണിയാണ്. അതുപോലെ തന്നെ റിപ്പോർട്ടുകൾ അല്ലെ, സയന്റിഫിക് ബേസ്ഡ് ഓൺ ദാറ്റ് നമ്മൾ അതിന്റെ റിപ്പോർട്ടുകൾ തയ്യാറാക്കുക. ഇൻസ്ട്രുമെന്റൽ അനാലിസിസ് നടത്തുക. ടോക്സിക്കോളജിക്കൽ ഡാറ്റയുടെ ഇൻസ്ട്രുമെന്റൽ അനാലിസിസ് ഒക്കെ നടത്തുക. ഇതൊക്കെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ശരിക്കും ഞാൻ പറഞ്ഞ കാര്യം ഓർക്കുക, ഒരു ക്രൈം നടന്നു കഴിഞ്ഞാൽ അതിന്റെ കെമിക്കൽ അനാലിസിസുകൾ നടത്തുക, ഇതാണ് നമ്മുടെ ജോലി അല്ലെ. ഇപ്പൊ പോലീസ് തരത്തിനൊക്കെ അയച്ചു തരുന്ന ടോക്സിക്കോളജിക്കൽ ഡാറ്റ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക, അതിന്റെ റിപ്പോർട്ടുകൾ കൊടുക്കുക, ഇതാണ്. സോ ഇനി എന്താണ് ഇതിന്റെ ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത്? ഓക്കെ, സോ ഇവിടെ മേജർ ആയിട്ട് 3 ആൾക്കാർക്കാണ്. MSc കെമിസ്ട്രി, ബയോ കെമിസ്ട്രി, ഫോറൻസിക് സയൻസ് കേട്ടോ. കെമിസ്ട്രി, ബയോ കെമിസ്ട്രി ആൻഡ് ഫോറൻസിക് സയൻസ്. അപ്പൊ ഫോറൻസിക് സയൻസുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെ കുറച്ച് പോസ്റ്റുകളാണ്. ഇപ്പൊ സയന്റിഫിക് ഓഫീസർ ഫോർ ബയോളജി ഒക്കെ വിളിച്ചപ്പോ ഫോറൻസിക് സയൻസുകാർക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള ആളുകൾക്ക് വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു അവസരമാണ് ഈ ഒരു സയന്റിഫിക് ഓഫീസർ പോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ സയന്റിഫിക് ഓഫീസർ ഫോർ കെമിക്കൽ എക്സാമിനേഴ്സ് ലബോറട്ടറി. ഓക്കെ, ഇനി ഇവിടെ ഏജ് ലിമിറ്റ് വരുന്നത് 18 to 36 ഇയേഴ്സ് ആണ്, അക്കോർഡിംഗ് ടു ലാസ്റ്റ് PSC. ഇത് മാറില്ല. അവിടെ റിലാക്സേഷൻ ഉണ്ട്. SC ST OBC കാറ്റഗറിക്കാർക്കൊക്കെ കുറച്ച് റിലാക്സേഷൻ ഉണ്ട്. ദെൻ പ്രൊമോഷൻ പാത്വേ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ സയന്റിഫിക് ഓഫീസർ ആയിട്ടാണ് കയറുന്നത്. അതിന്റെ തൊട്ട് മുകളിലുള്ള പോസ്റ്റ് ആണ് സീനിയർ സയന്റിഫിക് ഓഫീസർ അല്ലെ. സീനിയർ ആയിട്ട് മാറുന്നു. അത് കൃത്യമായിട്ടുള്ള ഒരു രേഖാമൂലമുള്ള ഒരു പോസ്റ്റ് അല്ല. സീനിയർ ഓഫീസർ ആയിട്ട് നമ്മൾ മാറുന്നു. ദെൻ അതിനുശേഷം വരുന്നതാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അസിസ്റ്റന്റ് കെമിക്കൽ എക്സാമിനർ, അസിസ്റ്റന്റ് ഡയറക്ടർ, അല്ലെങ്കിൽ അത് കഴിഞ്ഞ് ജോയിന്റ് ഡയറക്ടർ, ദെൻ ഡയറക്ടർ. ഇതാണ് അവിടുത്തെ ഒരു പ്രൊമോഷൻ പാത്വേ എന്ന് പറയുന്നത്. പ്രൊമോഷൻ സാധ്യതകൾ, ഇനിയും ഹയർ പോസ്റ്റിലേക്ക് പ്രൊമോഷൻ സാധ്യതകളുള്ള വളരെ നല്ല ഒരു പോസ്റ്റ് ആണ്. നമ്മുടെ ഭാവി ശോഭനമാക്കാൻ പറ്റിയിട്ടുള്ള ഒരു പോസ്റ്റ് ആണ് ഈ സയന്റിഫിക് ഓഫീസർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് ഒരു കാര്യം കൂടെ ആലോചിക്കുക, കഴിഞ്ഞ എക്സാം നടന്നത്, കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ വന്നത് 2019 അത് കഴിഞ്ഞ് എക്സാം നടന്നത് 2021 ആ ഒരു ടൈം ഗ്യാപ്പ് നോക്കുക. റിസൾട്ട് 2022 വന്നു. ഇപ്പൊ കുറച്ചുകൂടെ അർജൻസി ഉണ്ട്, കാരണം നമുക്ക് ഇപ്പൊ നിലവിലൊരു റാങ്ക് ലിസ്റ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് എക്സാം നടക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങൾ ഇപ്പൊ തന്നെ അല്ലെ പഠിച്ചു തുടങ്ങുന്നത്, ഇപ്പൊ തന്നെ പഠിച്ചു തുടങ്ങുക. കാരണം വലിയൊരു സിലബസ് ആണ്. നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ക്വാളിഫിക്കേഷൻ നോക്കുക, കെമിസ്ട്രി ഉണ്ട് അല്ലെ, ബയോ കെമിസ്ട്രി ഉണ്ട് ആൻഡ് ഫോറൻസിക് സയൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ 3 ടോപ്പിക്കുകളും സിലബസിലുണ്ട്. അപ്പൊ നിങ്ങളുടേതായിട്ട് ഉള്ള സബ്ജക്ട് അല്ലാതെ ബാക്കി 2 സബ്ജക്റ്റുകൾ കൂടെ നിങ്ങൾ പഠിക്കേണ്ടതായിട്ട് വരും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ തുടങ്ങുന്ന ആളുകൾക്ക് മാത്രമേ റാങ്ക് ലിസ്റ്റിൽ കയറാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ ഇപ്പൊ തന്നെ തുടങ്ങുക. അപ്പൊ ഏണസ്റ്റിൽ നമ്മൾ ഈ പോസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. വിത്ത് ലൈവ് ക്ലാസ്, റിവിഷൻ പ്ലാൻ, നിങ്ങൾക്ക് ഫുൾ ടൈം മെന്റർ സപ്പോർട്ടോട് കൂടിയ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. എപ്പോഴും നമുക്കൊരു കോഴ്സ് എടുക്കുന്നത് നമുക്കൊരു പ്രചോദനമാണ്. അതിനേക്കാൾ ഉപരി നമുക്ക് ധാരാളം, ഇപ്പൊ നിങ്ങൾക്ക് അറിയാം, 3 സെപ്പറേറ്റ് ആയിട്ടുള്ള
കോഴ്സുകളാണ്, 3 സെപ്പറേറ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഓർ പോർഷൻസ് ആണ് നമ്മൾ ഇവിടെ പഠിക്കേണ്ടതായിട്ട് വരിക. അപ്പൊ നമ്മുടെ ഏരിയ അല്ലാതെ 2 അഡീഷണൽ പോർഷൻ നമ്മൾ കവർ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ ഇതിന്റെ നോട്ട് കണ്ടെത്തണം, ഇതിന്റെ ക്വസ്റ്റ്യൻ നമ്മൾ ഉണ്ടാക്കണം. അപ്പൊ അത് എപ്പോഴും ഒരു 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 കോച്ചിങ് ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ അവര് നമുക്ക് വേണ്ടിയിട്ട് പണിയെടുക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള കോച്ചിങ് ആശ്രയിക്കാവുന്നതാണ്. ഏണസ്റ്റിന്റെ കോഴ്സ് ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.